സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്ന ഈ ഫീൽഡിൽ ആൾക്കാരെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പറയും എനിക്ക് താല്പര്യം ഇഷ്ടമില്ലെന്ന് പറയും. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, പറയാത്തതാണ്. പിടിച്ചേക്കാൻ വലിയ പാടാ. ഇപ്പൊ മലയാളത്തിൽ ഏകദേശം എല്ലാരും വെറുപ്പിച്ചിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് എനിക്കിപ്പോ പണിയൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറ്റുകൾ ഉണ്ടാവില്ല. ചിലർ പേഴ്സണൽ ഫോട്ടോസ് അയച്ചായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. അവരുടെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചിരുന്നു. ഇത് കണ്ടിട്ട് ആൾക്കാർ ചിലപ്പോ ഒന്ന് തൊട്ടോട്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആണോ? അതെ, ഇവരുടെ വിചാരിച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര അറപ്പുള്ള ഒരു ഫോട്ടോസ് ഉണ്ട്. ആദ്യമൊക്കെ പറയുന്നത് അമ്മനെ കൊണ്ട് കാണിക്കാനൊക്കെ. പിന്നെ തികട്ടവന്മാരുണ്ട് ഇഷ്ടം പോലെ. എന്നിട്ട് നമുക്കാണ് കുറ്റം. പെമ്പിള്ളേർ എന്ത് പറഞ്ഞാലും പെമ്പിള്ളേർക്കാ കുറ്റം. നീയൊക്കെ ഇങ്ങനെ നടക്കുന്നോണ്ടല്ലേ അവൻ കാണിച്ചു എന്ന് ചോദിക്കും. നിന്നെ അത് കാണാൻ വേണ്ടിട്ടല്ല ഞാൻ അങ്ങനെ നടക്കുന്നത്. ഹായ് എവരിവൺ, പ്രൈം പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെയുള്ളത് വൈഗ റോസ് ആണ്. ഹലോ. ഹലോ. എത്തൂല, കുഴപ്പമില്ല. നല്ല സുന്ദരിയായി വന്നിരിപ്പുണ്ടല്ലോ. ആണോ? താങ്ക് യു. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. ഈ രണ്ട് സൈഡില് ഈ നുണക്കുഴി അല്ലേ? ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ? ഇത് കണ്ടിട്ട് ആൾക്കാർ ചിലപ്പോ ഒന്ന് തൊട്ടോട്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആണോ? ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. രണ്ട് സൈഡിൽ അത് ചില ആൾക്കാർ പറയും അതാണ് അട്രാക്ഷൻ എന്നൊക്കെ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോ ഞാൻ ഇത് തടി വെക്കുമ്പോ പോവും. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തടി വെക്കാതെ കഷ്ടപ്പെട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതെ, പക്ഷെ അത് രസമാണ് കാണാനായിട്ട്. വണ്ണം വെക്കുമ്പോഴത്തേക്ക് അതും കൂടെ ഇങ്ങനെ. അവിടെ ഇവിടെ ഒരു ആപ്പിള്, ഇപ്പുറത്തൊരു കുഴി. വൈഗ റോസിന്റെ ഒരു ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ടിങ്? അത് അമ്മയുടെ പറ്റുന്നായിരുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഈ ഒരു ജേർണി പറയുകയാണെങ്കിൽ. അല്ല, അങ്ങനെ ചെറുപ്പത്തിൽ വലിയ സിനിമയിൽ അഭിനയിക്കണമെന്ന് വിചാരിച്ച് വന്നാണെന്നല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്നുകൂടെ നന്നായി പോയേനെ. പക്ഷെ ഒരു ഷൂട്ടിംഗ് കാണാൻ പോയി, അപ്പൊ കയറി അഭിനയിച്ചു. പിന്നെ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അടുത്തിട്ടു. പിന്നെ ഒരു പടം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, അത് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് വരണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയില്ലേ, അതില്ലായിരുന്നു ശരിക്കും പറഞ്ഞ. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നും നാണക്കേട്. ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര ലേറ്റ് ആയി. അല്ല, വന്ന സമയത്ത് പിന്നെ ഞാനത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്തു. ഒരാവശ്യമില്ലാത്ത ബ്രേക്ക്. എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതെനിക്ക് കുറപ്പോ അതിന്റെ മെച്യൂരിറ്റി ഇല്ല തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ വില അറിയില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിരിക്കും. ആ സമയത്ത് പിന്നെ വേണ്ടാന്ന് തോന്നി. പിന്നെ 2-3 വർഷം അഭിനയിച്ചില്ല. പിന്നെ വീണ്ടും വന്നു, ടെലിവിഷനിൽ വന്നു, ഷോ ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണ വന്നു. പിന്നെ ഞാൻ ഇല്ലാത്ത പോലെ തന്നെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരുന്നു. ഒരു ചാൻസ് ഇല്ലായിരുന്നു, കോവിഡിന്റെ. അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ പോയി. പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടി സീരിയസ് ആയത്. പക്ഷെ നോക്കാം, സമയം വരുന്നു. ഓൺ ദ വേ ആണെന്ന് വിചാരിക്കാം. ഈ സിനിമ ഈ സീരിയസ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവും. അതെപ്പോഴായിരുന്നു? അത് ഇപ്പോഴാണല്ലോ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ, സോഷ്യൽ മീഡിയാസ് ഒക്കെ. അപ്പൊ ഇത്ര അധികം ആൾക്കാരാണ് ഒന്ന് ഫ്രെയിമിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് വെറുതെ കിട്ടിയൊരു സാധനം അതിനൊരു വിലയില്ലാതെ പോയി എന്നൊരു ഫീലിംഗ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ പിന്നെ സിനിമ പഠിച്ചു തുടങ്ങി. നമ്മൾ ആദ്യം വരുമ്പോ എന്താ ഇവിടെ നിക്ക്, ഈ ഡയലോഗ് പറ, അല്ലെങ്കിൽ അങ്ങോട്ട് നടക്ക്, ഇങ്ങോട്ട് നടക്ക്, അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ക്യാരക്ടർക്ക് മനസ്സിലാക്കി ഓക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിന് ഡിഫറൻസ് ഉണ്ടല്ലോ, കുറച്ചും കൂടി പ്രൊഫഷണൽ ആയതിന്റെ ആയിരിക്കും. ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന കാര്യം, ഹോട്ട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതിനുള്ള ഒരു ഇത് ഹോട്ട് ഫോട്ടോഷൂട്ട് എന്നുള്ളതല്ല. അപ്പൊ ഞാൻ ഹോട്ടാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഒരു ഡ്രസ്സ് കാണും, ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ ഹോട്ട് ആവുന്നതാണ്. തിരിച്ചാണ്, അതായത് ഒരു ഡ്രസ്സ് കാണും. ഇപ്പൊ ഈ ഡ്രസ്സ് തന്നെ നോക്ക്, ഇത് കാണുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു, മേടിക്കുന്നു, അപ്പൊ ഇത് ഇട്ടോണ്ട് വരുന്നു. അങ്ങനെ അങ്ങനെ തന്നെയാണ് അതും ചെയ്യുന്നത്. പക്ഷെ നല്ല ഒന്നാന്തരം സാരി കൊടുത്തൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഒന്നും വേണ്ട, അവർക്ക് ഇതിനോട് താല്പര്യം. അപ്പൊ ആരുടെ തെറ്റാ? അപ്പൊ അവരുടെ തെറ്റാണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അതാണ് താല്പര്യം, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സാരി കൊടുത്തോ ഇഷ്ടം പോലെ, ഞാൻ എല്ലാത്തിനും കോസ്റ്റ്യൂംസ് ഇടാറുണ്ട്. പക്ഷെ ഈ സാധനം മാത്രം 1-2 ഫോട്ടോ വരുമ്പോ അതിനിടയിൽ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വായിക്കുമായിരുന്നു. ഇപ്പൊ വായിക്കില്ല. വായിച്ചു കഴിയുമ്പോ അത് ഇങ്ങനെ ഇല്ല, കുറെയൊക്കെ മെന്റലി എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ മനുഷ്യരല്ല. അല്ലാണ്ട് ധ്യാനം കഴിഞ്ഞ് വന്നാലും ചില വെള്ളമടിക്കാൻ പോകുമ്പോൾ കൊണ്ടുവിടത്തില്ലേ, കൊണ്ടുവിട്ട് തിരിച്ചു വന്നാലും ബാറ് കാണുമ്പോൾ കുടിക്കാൻ തോന്നുമല്ലോ. അതുപോലെ നമ്മൾ എത്ര സംഭവം ഓക്കെ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുമ്പോ പോയി. പിന്നെ കുറച്ച് സമയം തന്നെ ശരിയാവും. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഞാനത് ഓക്കെ സ്ട്രോങ് നമ്മൾ ഫേസ് ചെയ്യണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. പിന്നെ കുറെയൊക്കെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. കുറെയൊക്കെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ലിസ്റ്റ് ഒരുപാടുണ്ട്. പേഴ്സണൽ മെസ്സേജ് വരുമല്ലേ ഈ കമന്റ്സ്? മെസ്സേജ് അല്ല, എനിക്ക് സഹിക്കാൻ വയ്യാത്തത്
ചിലർ പേഴ്സണൽ ഫോട്ടോസ് അയച്ചാലും അയ്യോ എനിക്കിത് ഇപ്പോഴും ഇവരുടെ വിചാരം പെണ്ണുങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചിരുന്നു. അത് ഇവരുടെ വിചാരത്തിൽ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര അറപ്പുള്ള ഒരു ഫോട്ടോസ് ഉണ്ട്. സി നമ്മള് ഒരാളുമായിട്ട് സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോ വേറെയാണ്, അല്ലാണ്ട് ഒരു ഈ സംഭവം സ്ട്രേഞ്ചർ അത് ചെയ്യേണ്ട കാര്യം ഇരിക്കുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യരാണ് നമ്മളെ കുറ്റം പറയുന്നത്. അവരോടൊക്കെ ഇപ്പൊ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്ത് ഇവിടെ എത്ര ഒന്നും പറയത്തില്ല വേറെ. എന്നാ പറയാനാ? ആദ്യമൊക്കെ പറയുന്നതിന്റെ അമ്മനെ കൊണ്ട് കാണിക്കാനൊക്കെ, പിന്നെ ഇപ്പൊ റിയാക്ഷൻ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ അല്ല അങ്ങനെ സൈക്കോസ് ഇല്ല, ഇവനൊക്കെ അമ്മനെ കാണിച്ചിട്ടുണ്ടാവും. അല്ല പെർവേർട്സ് ആയിരിക്കും, അല്ലാണ്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ അയക്കില്ല. ഭയങ്കര വൃത്തികെട്ടവന്മാരുണ്ട് ഇഷ്ടം പോലെ. എന്നിട്ട് നമുക്കാണ് കുറ്റം. മിക്കവർക്ക് വരാനുണ്ടാവും. ഇത് പുറത്ത് പറയാനുള്ള മടി കൊണ്ട് ആൾക്കാർ പറയാത്തതാ. പെമ്പിള്ളേർ എന്ത് പറഞ്ഞാലും പെമ്പിള്ളേർക്കാ കുറ്റം. തിരിച്ച് അത് നീയൊക്കെ ഇങ്ങനെ നടക്കുന്നോണ്ടല്ലേ അവൻ കാണിച്ചതെന്ന് ചോദിക്കും. എനിക്ക് നിന്നെ അത് കാണാൻ വേണ്ടിട്ടല്ല ഞാൻ അങ്ങനെ നടക്കുന്നത്. അതെ, അത് വട്ടാണ്, സൈക്കോ. ഈ ഡ്രസ്സിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഞാൻ ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടല്ല. പിന്നെ ഇപ്പൊ തന്നെ ഞാനൊരു, അത് ബിക്കിനി അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ ഒരു വൈറ്റ് ഡ്രസ് റീസെന്റ് ഇട്ടത്? അപ്പൊ അത് ചെയ്തപ്പോ ഇപ്പൊ എല്ലാവർക്കും ബിക്കിനി ഷൂട്ട് ചെയ്താൽ മതി. അത് ഞാൻ ബിക്കിനി ആയിട്ട് ഉദ്ദേശിച്ച് ചെയ്തല്ല. അതല്ല, അത് ബിക്കിനി അല്ല മനുഷ്യ. ശരിക്കും നോക്കൂ, നിങ്ങൾ ബിക്കിനി ഷൂട്ട് കാണാത്തത് കൊണ്ട. അത് ബിക്കിനി അല്ല, അത് നിങ്ങളുടെ മനസ്സിൽ തോന്നലാണ് അത് ബിക്കിനിയാണെന്ന്. അങ്ങനെ ഞാൻ ബിക്കിനി ഷൂട്ട് ചെയ്യത്തില്ല ഞാൻ. മനസ്സിലായോ? നമുക്കിപ്പോ ഒരു ബിക്കിനിക്ക് വിളിച്ചാൽ ഞാൻ പറയാം എനിക്ക് പറ്റില്ല, കാരണം ഞാനത് കംഫർട്ടബിൾ അല്ല. ഞാൻ കംഫർട്ടബിൾ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അത്രേ പറ്റുള്ളൂ. അല്ല അത് വല്ല ആഡും ചെയ്തതായിരുന്നു? അല്ലല്ല, ജസ്റ്റ് ഒരു നല്ലൊരു ന്യൂ മീഡ് ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോ മേടിച്ച്. പക്ഷെ അത് ബിക്കിനി ആയിരുന്നു. ഞാൻ പക്ഷെ അത് കുറച്ചും കൂടി കവർ ചെയ്ത് നോർമലായിട്ട് ഇടാൻ ശ്രമിച്ചാക്കിയിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ആ പേര് മാറിയില്ല. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടി പിന്നെ അതിന് മാത്രം ഷൂട്ടിന് വിളിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് നമുക്ക് പറ്റില്ല. ഓക്കെ, അങ്ങനെ അപ്രോച്ച് ചെയ്തോളം സാരിയുടെ ഷൂട്ടൊക്കെ ചെയ്യുന്നു. അതിന് വിളിച്ചൂടെ? ചുരിദാർ ഇടുന്നുണ്ട്, അതിന് വിളിച്ചൂടെ? ഫ്രോക്ക് ഇടുന്നുണ്ട്, അതിന് വിളിച്ചൂടെ? ഇതിന് മാത്രം കണ്ടപ്പോ വിളിക്കണം. അല്ല അതൊക്കെ പെയ്ഡായിരുന്നല്ലോ അല്ലെ? കുറച്ചൊക്കെ പെയ്ഡാണ്, കുറച്ചൊക്കെ എന്റെ ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചു. എന്നതല്ലേ, അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുമ്പോ ഒരു ഫോട്ടോ ഇതിൽ കൂടിയിട്ടിടും. ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെ ഈ ജേർണി ഇങ്ങനെ പോകണം, നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. ഓ, അപ്പോഴും അതിനെ ഉള്ളൂ. ആര് പറഞ്ഞു ഇപ്പോഴും അത് തന്നെയല്ലേ? അല്ല, ലൈഫ് എന്ന് പറഞ്ഞിട്ട് സ്ട്രഗിൾ ആണ്. പക്ഷെ ഇത്രയും നാളത്തെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എപ്പോഴാണ്? സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ആൾക്കാരെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് സ്ട്രേറ്റ് ഫോർവേഡ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ പിടിച്ചേക്കാൻ വലിയ പാടാ. എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് താല്പര്യം ഇഷ്ടമല്ലെന്ന് പറയും. ഐ മീൻ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. എന്ത് കാര്യമാണല്ലോ, ഞാൻ ഒരു റോളിന് വേണ്ടി എന്തും ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് റിയാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് എന്താവും, നമ്മൾ ചീത്തയുള്ള ആൾക്കാർ അങ്ങനെ ആളുകൾ പിന്നെ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, പറയാത്തതാണ്. ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറ്റുകൾ ഉണ്ടാവില്ലേ? എല്ലാ ഫീൽഡിലാണെങ്കിലും ഉണ്ടാവും. എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇത്തിരി കൂടുതൽ അത്രേ ഉള്ളൂ. ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഓക്കെ, അതിന്റെ പേരിൽ ഇതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അതിൽ അപ്പൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വിഷമമൊന്നുമില്ല. ഇപ്പൊ മലയാളത്തിൽ ഏകദേശം ഒരു എല്ലാരും വെറുപ്പിച്ചിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് എനിക്കിപ്പോ പഠിക്കുന്നില്ല. അതൊരു കാരണമാണെന്ന് വെച്ചോ. അല്ല, അപ്പൊ നമ്മുടെ കരിയറിനെ അപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ നമ്മളെ വിളിക്കുന്ന ആൾക്കാര് ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം തമിഴിൽ ഇപ്പൊ റിലീസ് ചെയ്തത്. അത് കുറച്ചുകൂടി കൂടുതൽ ഞാനൊരു രണ്ട് പടങ്ങളുണ്ട് റിലീസ് ചെയ്യാൻ. 3 പടമുണ്ട്. ഒരെണ്ണം റിലീസ് ചെയ്തു കഴിഞ്ഞ മാസം. പടം അവറേജ് ആയിട്ട് പോയുള്ളൂ, പക്ഷെ നല്ല സിനിമയായിരുന്നു. യോഗി ബാബുവിന്റെ കൂടെ ആയിരുന്നു. ഞാൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും നല്ല ഡയറക്ടറായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഡിസംബറിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. സിനിമ ഇറങ്ങുന്നതിന് കറക്റ്റ് 3 ആഴ്ച മുമ്പ്. കഷ്ടം. അപ്പൊ അതേ പറയും, നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഷോക്ക്. അവരുടെ എല്ലാവർക്കും ഷോക്കായിരുന്നു, നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നല്ല ഡയറക്ടേഴ്സും ഉണ്ട്. ഞാൻ പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു കളേഴ്സിലൊരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അന്ന് കണ്ടിട്ട് പിന്നെ സാർ ഫിലിം എടുത്തപ്പോ എന്നെ വിളിച്ചതാണ്. അപ്പൊ അങ്ങനെ നല്ല സിനിമയിലേക്ക് നല്ല രീതിയിൽ സംസാരിച്ച് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ ചെയ്ത് ഇങ്ങനെ ചടിച്ചടി മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പൊ കൂടുതലും ചെന്നൈയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് തമിഴിലേക്കുള്ള ഒരു അല്ല, അങ്ങനെയല്ല, മലയാളത്തിൽ നിന്ന് വിളിക്കാത്തതുകൊണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തിട്ട് പുതിയ ഡയറക്ടേഴ്സ്, പുതിയ ആക്ടേഴ്സ്, അപ്പൊ അത് എടുത്തു വരുമ്പോ ചിലപ്പോൾ നല്ല സിനിമകളാവില്ല. ഇപ്പൊ ഞാൻ ഇവിടെ എല്ലാ നമ്മുടെ സ്റ്റാർസ് പോലും നല്ല സിനിമകളും മോശം സിനിമകളും ചെയ്യാറുണ്ട്. പക്ഷെ അവര് കേൾക്കുന്നത് 10, 200, 100 സ്ക്രിപ്റ്റുകളാണ്. എനിക്ക് വരുന്നത് ആകെ ഒരു 5 സിനിമയൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഓക്കെ എന്നാ പിന്നെ ഇത് ചെയ്യാമെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അബദ്ധമാവും, ചിലപ്പോൾ നല്ല സിനിമയാവും.
അത് ഇതുവരെ ഒരു സെറ്റപ്പിലായിട്ടില്ല. ഉടനെ എത്തും, അവിടെ എത്തും. അതായത് ഇതുപോലെ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, വേണോ വേണ്ടേ ചെയ്യണോ. അല്ലാതെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. ചില കാര്യങ്ങളല്ല ഒരു 90-95% നമുക്ക് തോന്നും ഇത് വേണ്ട. പക്ഷെ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ഓക്കെ കുറെ നാളായിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വിളിക്കുന്നു എന്നാ പിന്നെ അത് ചെയ്തേക്കാമെന്ന് അങ്ങനെ തോന്നിപ്പോയതാണ് ഈ മണ്ടത്തരായതല്ല. സാധാരണ എനിക്ക് തോന്നാറുണ്ട് ഈ പടം വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല എന്നൊക്കെ തോന്നും. അതായത് കുറെ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് നോ പറയാൻ പറ്റാതെ ചെയ്ത അങ്ങനെയല്ല, കുറച്ചാൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടും ആവാം. എന്നൊന്ന് ചെയ്തേക്കാം. അങ്ങനെ വിചാരിച്ച് ചെയ്യാത്ത ചില സിനിമകൾ നന്നായിട്ടും ഉണ്ട്. ഇപ്പൊ ആഞ്ചലോ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആൾക്കാരാണ്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ല സിനിമയാണ്. അവർക്ക് പൈസയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ടെക്നിക്കലി ബഡ്ജറ്റ് കുറവ്, ഒരു ചെറിയ പടമായിരുന്നു. പക്ഷെ നല്ല പടമാണ്. എനിക്കിത് നമുക്ക് ചെയ്യുമ്പോ അറിയാലോ ഓക്കെ കുഴപ്പമില്ല വന്നിട്ടുണ്ടെന്ന്. ഈ മലയാളത്തിലല്ലേ ഫസ്റ്റ് മൂവി ചെയ്യുന്നത്? അപ്പൊ ഈ തമിഴിലേക്ക് പോകുന്ന സമയത്ത് മലയാളം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴേ നമ്മൾ ആരാണെങ്കിലും ബേസിക്കലി നമ്മുടെ ലാംഗ്വേജിൽ അഭിനയിക്കണം. അപ്പൊ ഞാൻ സീരിയൽ ആണെങ്കിലും 2ാം സീരിയൽ ചെയ്തത് കളേഴ്സ് തമിഴിലാണ്. അതൊരു ദൈവത്തിന്റെ സീരിയലായിരുന്നു, അമ്മ എന്ന് പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് ഒരു 1000 എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അത് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് 1 വർഷം 1.5 വർഷം ഇപ്പൊ വൈൻഡ് ചെയ്തിട്ട് ഒരു വർഷം മുകളിലായി ആയിട്ടുണ്ട്. പക്ഷെ അതും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത, കാരണം നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പാമ്പെന്ന് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് നാഗിന്റെ ക്യാരക്ടറായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് പാമ്പിനോട് സ്ഥിരം പാമ്പായത്. അതെ, ദേഷ്യം വരുമ്പോ പാമ്പായിട്ട് അപ്പൊ തന്നെ മാറും. അതുകൊണ്ട് അങ്ങനെ അല്ല, ശരിക്കും പാമ്പായിട്ട് കാണിക്കും, മനസ്സിലായി? അതായത് നമ്മൾ മാറിയിട്ട് ദേഷ്യം വന്ന അപ്പൊ രൂപം മാറി പാമ്പാകും. ഇപ്പൊ ഈ കളറാണെങ്കിൽ ഈ കളർ പാമ്പായിരിക്കും, അത് വേറെ കാര്യം. രസമായിരുന്നു. അപ്പൊ അത് കുറെ നാൾ മുമ്പോട്ട് പാമ്പായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതൊരു കുറെ നാൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. സീരിയൽ ആണെങ്കിലും നമുക്ക് അതിനകത്തൊരു എന്താ പറയാ, ഒരു പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് പറയില്ല. ഇപ്പൊ 4-5 സ്ക്രിപ്റ്റേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യണോ ചെയ്യേണ്ടതൊക്കെ ഒരു കൺഫ്യൂഷൻ വരുമ്പോ ആരോടൊരു അഡ്വൈസ് ചോദിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരാളില്ല, അതാണ് എന്റെ പ്രശ്നം. അതായത് ഇപ്പൊ അമ്മയോട് ചോദിച്ചാലും അമ്മയ്ക്കൊക്കെ അറിയില്ല, സിനിമയുമായി ബന്ധമുള്ള ആളുകളല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ടർ എനിക്ക് പറഞ്ഞില്ല, എന്റെ കൂടെ ഒരു തമിഴ് പടത്തിൽ പുള്ളി അസോസിയേറ്റ് ആയിരുന്നു, ദിലീപ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ പടം ചെയ്യും. ഞങ്ങൾ 3 ദിവസമായിട്ട് ഡിസ്കഷനില്ല. അതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. പുള്ളിക്ക് തന്നെ ഡൗട്ട് ഇത് എനിക്ക് ഡയറക്റ്റ് ക്യാരക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ തീരുമാനിച്ചോ, എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അതില് മെയിൻ ലീഡിന് ഒരു 16 വയസ്സുള്ള കൊച്ചുണ്ട്. അപ്പൊ പുള്ളി പറയുന്ന ഇത്രയും കൊച്ചുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അമ്മ റോളാണ്. അമ്മ റോളാണ്. പക്ഷെ അതാണ് ലീഡ്. പക്ഷെ ആ കുട്ടിയുടെ ഒരു കഥയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു പോലീസ് ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് കൺഫ്യൂഷൻ ആയി, അമ്മ വേണോ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറാണ് ഡയറക്ടർ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞ അത് എനിക്ക് എന്നോട് ചോദിക്കുമ്പോ എനിക്ക് ഡൗട്ട് ആവും എന്താ ചെയ്യണ്ടേ. അല്ല, ഇപ്പൊ ഇങ്ങനെ അമ്മ റോള് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒതുങ്ങി പോകേണ്ടി വരും, മാറിപ്പോകേണ്ടി വരും, അങ്ങനത്തെ തോട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യാനുള്ള നമുക്ക് തരുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാം. അതിപ്പോ അമ്മയാണല്ലോ അനിയത്തിയാണല്ലോ അമ്മയാണല്ലോ കുഴപ്പമൊന്നുമില്ല. പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാം. നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കരുത്. അതാണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫെയിലിയർ. കാരണം ഇപ്പൊ ചോദിച്ചില്ല എന്റെ അടുത്ത് മൊയ്തീലുണ്ടായിരുന്നു, സത്യം അത് ഭയങ്കര വിഷമല്ലേ കേൾക്കുമ്പോ. അല്ല, പക്ഷെ പറഞ്ഞപ്പോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ ആ ക്യാരക്ടറിന്. പക്ഷെ അത് നമുക്ക് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഒരു 25 ദിവസം അഭിനയിച്ച പടാ. പക്ഷെ പറയുമ്പോ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ടൊവിനോയോ അല്ലെങ്കിൽ ടൊവിനോ ആയിട്ട് അങ്ങനെ കോമ്പിനേഷൻ സീൻ വരുന്നില്ല. ഇല്ല, പക്ഷെ ടൊവിനോ ആ സമയത്ത് സ്റ്റാർ ആയിട്ടില്ല, കഴിഞ്ഞിട്ടല്ലേ സ്റ്റാർ ആയിട്ട് ഒരു കരിയർ ബ്രേക്ക്. ഭയങ്കര ഡൗൺ ടു എർത്ത്. പാർവതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല കമ്പനി ആയിരുന്നു ആ സമയത്ത്. ഇല്ല, ഞാൻ ഈയിടെ റീസെന്റ് ഇപ്പൊ നവംബറിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അതിനുശേഷം പിന്നെ കാണുന്നത്. അപ്പൊ ഞാൻ തന്നെ സംസാരിക്കും. ഞാൻ ഒരുപാട് അറിയാം, 10 വർഷമായി. 2014 തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ ചോദിച്ചപ്പോ ഇല്ല, ഒരുപാട് മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതെ മാറിപ്പോയി. ശരിയാ. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷമായി? അതായി 10-15 വർഷമായി. ഓഹോ, 10 വർഷം എന്ന് പറയാൻ പറ്റില്ല. 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ എവിടെയായിരുന്നു, ഇതിന്റെ ഇടയ്ക്ക് വേറെ എവിടെ പോയതാണ്. ഇത് അത്ര ഗ്യാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് അല്ലല്ല, ഇവിടെ തന്നെ. ഞാൻ ചെന്നൈയിൽ MBA ചെയ്യായിരുന്നു. അത് ഞങ്ങൾ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പൊ അതൊക്കെ നോക്കി അവിടെ എങ്ങനെ വന്നു പോകായിരുന്നു. അതിന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോഴും പോകുന്നു. അത് കൊറോണ വന്ന് പടച്ചു. അതും അടച്ചു. കൊറോണ അതും അടച്ചത്. അല്ല,
ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാറില്ല. ഞാൻ ഫീൽഡിൽ നിന്ന് പോവുകയും ചെയ്തു, കട തുടങ്ങി, അതും അടച്ചു. അല്ല അതിപ്പോ അറിയാണ്ട് അല്ല, കൊറോണയുടെ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ബിസിനസ് ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു 1.5 വർഷം എന്ന് പറയുന്ന അത്ര സമയം റെന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ചെന്നൈയിലൊക്കെ ഭയങ്കര ഒരു വർഷം റെന്റ് മാത്രം കൊടുക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കും. അവൻ നല്ല ആൾക്കാരൊന്നുമല്ല, റെന്റ് ഒക്കെ കൊടുത്തേ പറ്റുള്ളൂ. കൊറോണ വന്നൊന്നും അവർക്ക് റെന്റ് ആവശ്യമില്ല. ഇനി ബിസിനസിന് വല്ല താല്പര്യം അല്ലെങ്കിൽ ഒരു പ്ലാനോ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു നമുക്ക് നിശ്ചിതമാണെന്നല്ല, ഇവള് പോകുന്നതിന് മുമ്പ് എനിക്ക് പണിയില്ലാതെ ഉള്ള പണി കൂടെ ഇല്ലാണ്ടാക്കുന്ന അതല്ല, വേറൊരു ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അതിനും കാശ് വേണമല്ലോ. എന്ത് ചെയ്യണമെങ്കിലും അതിന് കാശ് വേണം. പിന്നെ ബിസിനസ് ഇടുമ്പോ അത് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണം ഇടാനായിട്ട്. അതെ, അതൊരു മൈൻഡ് സെറ്റ് വേണം. ഓക്കെ, കിട്ടിയാ കിട്ടിയില്ലെങ്കിലും അപ്പൊ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ വേണം ആ പൈസ. അതുകൊണ്ട് ഒരുപാടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഈ മണി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര മോശം എന്നൊക്കെ ഭയങ്കര മോശം. അങ്ങനെയൊക്കെ മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു വീടൊക്കെ മേടിച്ചു തരാം. ഞാനിതൊരു വീട് മേടിച്ചു. ഞാൻ എപ്പോഴും പറയാൻ പറ്റത്ത് എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ വീട് മേടിച്ചു. മോശം. പക്ഷെ അതങ്ങനെയല്ല. ഒരു ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ളത് ചിലപ്പോൾ തോന്നും. പക്ഷെ വാടക കൊടുക്കുമ്പോൾ തോന്നും, ഓ ജീവിതം ഒന്നേ ഉള്ളെങ്കിൽ ഒരു വീടൊക്കെ മേടിക്കായിരുന്നു. ജീവിതം ഒന്നേ, പക്ഷെ ഒരു വീട് മേടിക്കായിരുന്നു. നോക്കാം. അങ്ങനെ വീട് മേടിക്കുകയാണെങ്കിൽ എവിടെ എറണാകുളത്തായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നോക്കിയിരുന്നു. പക്ഷെ അതിലെന്തോ ഒരു ലോണിന്റെ കേസ് പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അത് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, പറയില്ലേ നമുക്കൊരു ഇതൊക്കെ ഒരു യോഗമാണ്, ഒരു സമയം വേണം. വീട് കല്യാണം ഒക്കെ ഒരു യോഗമാണ്. കല്യാണം എപ്പോഴാണ്? രണ്ടിനും സമയമായിട്ടില്ല. വീട്ടിൽ പറയുന്നുണ്ടോ? സാധാരണ ചിലപ്പോ കല്യാണം സാധാരണയോ അസാധാരണമായിട്ട് പറഞ്ഞോണ്ടിരിക്കും. അല്ല, അമ്മമാരൊക്കെ ഒരു സമയം കസിന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്നിരിക്കും. പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞ പിന്നെ തീർന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിടും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോവും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സ്ഥിരം അമ്മമാരുടെ ഡയലോഗ്. അപ്പൊ ഇനി നെക്സ്റ്റ് പ്ലാൻ കല്യാണമാണോ കരിയർ ആണോ? കരിയർ കഴിഞ്ഞിട്ടുള്ളൊരു കല്യാണം ആണോ? ഓക്കെ, കരിയറിന്റെ കൂടെ തന്നെ. അങ്ങനെയല്ല, നമ്മള് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുന്നതാണ് നല്ലത്. കല്യാണമൊക്കെ നമുക്ക് എപ്പോഴും കഴിക്കാമല്ലോ. അതെ, ഇപ്പൊ ഏജ് എന്നുള്ള വിഷയമേ അല്ല. പണ്ടൊക്കെ പറയായിരുന്നു അല്ല, ഞാൻ പറയുന്നത് ഇപ്പോ നേരത്തെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്നേക്കാൾ നല്ലത് ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ച് കൂടെ താമസിക്കും. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് എന്റെ ഒരു ഉദ്ദേശം. അത് നമുക്ക് നോക്കാം, നടക്കട്ടെ. ആണോ? അപ്പൊ ഇപ്പൊ വല്ല എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഒന്നും ഇല്ല? സിംഗിൾ ആണ്. ദേ റെഡി ടു മിംഗിൾ. അതാണ്. പക്ഷെ ഈ ഡേറ്റിംഗ് ചാറ്റിംഗ് ഒന്നും പറ്റില്ല. കുറച്ച് സംസാരിച്ച് ഓക്കേടെ കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനു മുമ്പ് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല? പ്രണയമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാ കല്യാണം കഴിക്കാൻ ലേറ്റ്. ആണോ? ശരിക്കും സക്സസ്ഫുൾ റിലേഷൻഷിപ്സ്. ഓക്കെ, പറയിട്ട് കാര്യമില്ല. റിലേഷൻഷിപ്പിനകത്ത് ഒരു ലക്ക് ഫാക്ടറും കൂടെ വേണം. ലക്കല്ല, എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ആൾക്കാർ കുറെ നാള് ഒന്നിച്ചാകുമ്പോ വേറെ വഴിയില്ലാത്തോണ്ട് ഒന്നിച്ച് ജീവിക്കുന്നു. അതായത് എന്തായാലും കെട്ടിപ്പോയില്ലേ എന്നോർത്ത്. ഇത് നമ്മൾ കെട്ടാത്തത് കൊണ്ട് കുറെ നാൾ കഴിയുമ്പോൾ സെറ്റ് ആവുമ്പോ ഓക്കെ ചേട്ടാ നന്ദി എന്ന് പറഞ്ഞിട്ട് എന്റെ ബാഗ് എടുത്ത് അതുകൊണ്ടൊരു സമാധാനമുണ്ട്. വേണ്ടായിരുന്നു, വരണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയല്ല, ഈ റിലേഷൻഷിപ്സിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടേ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനൊരു പേടിയുണ്ടോ? പേടിയൊന്നുമല്ല, മുട്ടിടിക്കുന്നു. പേടിയുണ്ട്? പേടിയില്ല, ചെറുതായിട്ട് മുട്ട് കൂട്ടിയിടിക്കുന്നു, അത്ര ഉള്ളന്ന്. അപ്പൊ കല്യാണത്തോടൊക്കെ ഒരു പേടിയാണോ? ഇപ്പൊ വമ്പൻ പേടിയാ. എനിക്ക് എപ്പോഴും കോമഡി പറയാം. വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് കരച്ചിൽ വന്നിട്ട് വയ്യ, പേടിച്ചിട്ടേ. ആൾക്കാര് മാട്രിമോണിയിൽ വന്നതാ, പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഞാനും വിചാരിക്കുന്നു, ഈ ബോൾഡ് ധൈര്യശാലിയാണ്. പെണ്ണൊക്കെ കാണുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഇവര് കല്യാണത്തെ പറ്റി ചിന്തിച്ചു സംസാരിച്ചില്ല, പുറത്തായിരുന്നു ആള്. അപ്പൊ വരുമ്പോ സംസാരിച്ചിട്ട് പിന്നല്ലേ. അപ്പൊ വന്ന് കണ്ട് ഇവര് പേരൻസ് ഒക്കെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് എന്ന് കല്യാണം നടത്താം. എനിക്ക് പിന്നെ കല്യാണം വേണ്ട. എന്റെ ഹൃദയമൊക്കെ നിന്നു. ഞാൻ ഇങ്ങനെ കരഞ്ഞോ? നാളൊക്കെ എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. അതൊന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല. അതങ്ങനെ കരച്ചില് കണ്ട് പുള്ളി അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഒന്നും ചെയ്തില്ല. പുള്ളി പോയിട്ടില്ല. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വിചാരിക്കും നമുക്ക് മറ്റേ എന്തോ കുറച്ചാളോട് ആവട്ടെ. അല്ല, പേടിച്ചിട്ടാ കല്യാണം കഴിക്കാത്ത. അത് നമുക്കൊരു ട്രോമ കിട്ടിയ അത് നമുക്ക് അത് ഓവർകം ചെയ്യാനുള്ള പിന്നെ ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടാവും. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കഴിയുമ്പോ ശരിയാ, ഇപ്പൊ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ നമ്മളടുത്ത് എന്താ ചെയ്യുന്നതനുസരിച്ചാണ്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞു പോയി കഴിയുമ്പോ പിന്നെ എത്ര ആര് പൊന്നെ ചക്കരെന്ന് വിളിച്ചാലും വൺസ് അത് ബ്രേക്ക് ചെയ്ത പിന്നെ നമ്മൾ അടുത്താളടുത്ത് ഇയാൾ അങ്ങനെ ചെയ്യൂ, ഇയാളത് ചെയ്യൂ, ആ സാധനം നമുക്ക് അവർക്ക് പറയാൻ ഈസിയാ. പക്ഷെ നമ്മുടെ ഹെഡിൽ നിന്ന് പോകണ്ടേ? കറക്റ്റാ, അതൊരു പ്രശ്നമുണ്ട്. കല്യാണത്തെ കുറിച്ച് ചോദിച്ചപ്പോ അതിനേക്കാളും
കഥയാക്കി കൂട്ടി അടിച്ചു അതാ